എടോ എന്താ എന്താ നിനക്ക് പറ്റിയത്? എടോ ഡ്രൈവറെ, ഈ ചിന്നിന് LLBക്ക് അഡ്മിഷൻ കിട്ടിയടോ. ഇപ്പൊ എന്നെ പ്രിൻസിപ്പൾ വിളിച്ചിരുന്നു. 10-ാം തീയതി സർട്ടിഫിക്കറ്റുകളായിട്ട് ചെല്ലണമെന്ന്. സത്യം? ആ സത്യം. അപ്പോ അഡ്മിഷൻ ശരിയായി. മാഷളെ, ഒരു അവസരം കിട്ടി അങ്ങ് ഉപയോഗിച്ചോളും. അതെ, ചെലവുണ്ടേ. എനിക്ക് തന്റെ ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. താനൊക്കെ എന്ത് പ്രിൻസിപ്പളാണോ? എടോ, ഈ നാട്ടിൽ ഒരു കാര്യം ചെയ്യാനാണ് പാട്, ചെയ്യാതിരിക്കാനേ വളരെ എളുപ്പമാ. താൻ തന്നെ ഈ ഒരു കാര്യം ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഒരാളുടെ അഡ്മിഷൻ റിജക്ട് ചെയ്യാൻ എന്തൊക്കെ കാരണങ്ങളുണ്ട്, പുതുതായി എന്തൊക്കെ കണ്ടുപിടിക്കാം. മാഡം, ഇതൊരു ഗവൺമെന്റ് കോളേജല്ല, എയ്ഡഡ് കോളേജാ. എന്റെ നിവൃത്തികേട് മാഡം ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു. മണ്ണാം കട്ട, തന്നെ കൊണ്ടൊന്നും ഒന്നും നടക്കില്ലടോ. മാഡം, മാനേജ്മെന്റിന്റെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. അവർക്കൊരിക്കലും പിണക്കാൻ കഴിയാത്ത ആരോ ഒരാൾ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അയാളുടെ പേര് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. എന്താ അയാളുടെ പേര്? ഭഗവാൻ. ഭഗവാനോ? അതാരാ? അതെ, ഭഗവാൻ. നിയമങ്ങളെല്ലാം നന്നായി അറിയാവുന്ന ആളാ. രാഷ്ട്രീയത്തിലും മാനേജ്മെന്റിലും ഒക്കെ നല്ല പിടിപാടുള്ള ആളാ. ആ ഭഗവാന് പിണക്കാനുള്ള ധൈര്യം മാനേജ്മെന്റിനില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. വച്ചിട്ട് പോടോ. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.